തലസ്ഥാന വികസനത്തിന് അദാനിയുടെ വമ്പൻ വാഗ്ദാനം വരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ 25,000 കോടിയുടെ പദ്ധതികൾ കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചേക്കും. അദാനി തുറമുഖ കമ്പനി MD കരൺ അദാനി സമ്മേളനത്തിനെത്തുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തെയും കൂട്ടിച്ചേർത്തുള്ള ലോജിസ്റ്റിക് പദ്ധതികളായിരിക്കും അദാനി പുതുതായി പ്രഖ്യാപിക്കുക. തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങളുടെ വികസനത്തിന് 9,600 കോടിയാണ് അദാനി മുടക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി, നിസാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ നിസാർ, PDK പ്രതിനിധി നബീൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് മെഹബൂബ് തോട്ടത്തിൽ, പാലിയേറ്റീവ് സംസ്ഥാന സെക്രട്ടറി CPM സാലിം, പ്രസ് ക്ലബ് പ്രസിഡന്റ് അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. അദാനി നിർമ്മിക്കുന്നുണ്ട്. ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന് സമീപം പുതിയ കാർഗോ ടെർമിനലും തുറന്നിട്ടുണ്ട്. 600 ചതുരശ്ര മീറ്റർ വിസ്തീർണവും പ്രതിവർഷം 3,500 മെട്രിക് ടണ്ണിൽ കൂടുതൽ കാർഗോ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതുമാണ് ടെർമിനൽ. തുറമുഖത്ത് നിന്നുള്ള ചരക്കു കൂടി ലക്ഷ്യമിട്ടാണ് കാർഗോ ടെർമിനൽ. 5 മാസം കൊണ്ട് 170 കപ്പലുകളിലായി 3.25 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം കരുത്തു തെളിയിച്ചു.